ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് ഈ ദോശ തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുതേ. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് പകുതി അളവിലാണ് ഉഴുന്ന് ചേർക്കുന്നത്. 1/2 കപ്പ് നുറുക്ക് ഗോതമ്പിന് 1/4 കപ്പ് ഉഴുന്നാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 2 നുള്ള് ഉലുവ കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഇത് കഴുകിയെടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കുകയാണ്. 4 മണിക്കൂർ നമുക്കിത് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ആ വെള്ളമൊക്കെ കുതിർത്ത് വെച്ചിരുന്നത് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ നുറുക്ക് ഗോതമ്പും ഉഴുന്നും ഉലുവയും കൂടി ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 2.5 ടേബിൾ സ്പൂൺ ചോറും കൂടി ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ദോശയുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ ദോശയൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഇത് രാത്രിയിലാണ് ഈ മാവ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത ദിവസം ആകുമ്പോൾ മാവൊക്കെ നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ രാവിലെയാണ്. മാവൊക്കെ അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മിനിമം 8 മണിക്കൂറെങ്കിലും നിങ്ങളിത് മാവ് പുളിച്ച് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഒരു പാൻ ഇവിടെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. സാധാരണ ദോശ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുമ്പോഴാണ് ഇതിലേക്ക് നെയ്യോ വെളിച്ചെണ്ണയോ ചേർക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. നെയ്യ് താല്പര്യമുള്ളവർക്ക് അത് ചേർക്കാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ദോശ ചുട്ടെടുക്കേണ്ടത്. ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. ഞാൻ ഇതിനു മുമ്പ് ചെറുപയർ ദോശയുടെയൊക്കെ റെസിപ്പികൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കാണാനായിട്ട് മറക്കരുത്. ഇപ്പോൾ 2 വശവും നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാനിൽ നിന്നും എടുത്തു മാറ്റാം. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്ര നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ദോശയാണിതെന്ന്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവ് വെച്ചിട്ട് ദോശ ചുട്ടെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ദോശ ചുട്ടെടുക്കാനായിട്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുത്. അപ്പോൾ സാധാരണ നമ്മൾ ദോശയുടെ കൂടെയൊക്കെ കഴിക്കുന്ന ചട്നി ഏത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാം. തേങ്ങാ ചട്നിയോ ടൊമാറ്റോ ചട്നിയോ ഏത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്